സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചു. ഇന്ന് 8 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പാണ്. എറണാകുളം മുതൽ വടക്കോട്ടുള്ള എല്ലാ ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴിച്ചുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ തുറന്നു. സഹായത്തിന് 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം. ഈ മാസം 8 വരെ ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കേരള തീരത്ത് അതുവരെ മീൻപിടുത്തത്തിന് വിലക്ക് തുടരും. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, ഇന്ന് 8 ജില്ലകളിൽ, നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. ശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, തർക്കമൊന്നുമില്ല. എന്തൊക്കെ നിർദ്ദേശങ്ങൾ, ജാഗ്രതകൾ ഏതൊക്കെ രീതിയിൽ പാലിക്കണം? ഹരി, എന്തായാലും കൊച്ചിയിലും കനത്ത മഴ തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും ശമിച്ചിട്ടില്ല. അതായത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം, നല്ല ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പലയിടങ്ങളിലും മരം ഈ കടപുഴകി വീട്, പക്ഷെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. ചിലയിടങ്ങളിൽ ട്രാൻസ്ഫോമർ കത്തി നശിച്ച ഒരു അവസ്ഥയിലേക്കുമൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ വീടുകളിൽ വെള്ളം കയറി എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇടംപാടം പ്രദേശത്തേക്കാണ് വെള്ളം കയറിയത്. എന്തായാലും നഗരസഭ അത് എത്രയും വേഗം ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു താഴ്ന്ന പ്രദേശമായതിനാലാണ് അതിശക്തമായിട്ടുള്ള ഈ വെള്ളം കയറ്റം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അത് അധികൃതർ ഇടപെട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള തൽക്കാലം അവരെ മാറ്റിപ്പാർപ്പിച്ച ശേഷം ഇനി വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അതിശക്തമായിട്ടുള്ള മഴയാണ്. ആളുകളൊക്കെ കുട പിടിച്ചാണ് രാവിലെ സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കും ഒക്കെ പോകുന്നത്. ഇനി മുന്നറിയിപ്പുകളിലേക്ക് വന്നാൽ, പ്രത്യേകിച്ച് തീരദേശത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പെരിയാറിന്റെ ജലനിരപ്പ് ഇപ്പോൾ സാധാരണ നിലയിലാണ്. ഈ മഴ ശക്തമായി തന്നെ തുടർന്നു കഴിഞ്ഞാൽ വെള്ളം കയറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അപകടകരമായിട്ടുള്ള നിലയിലേക്ക് വെള്ളക്കെട്ട് ഉയർന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണം. ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, മലയോര മേഖലകളിലേക്കുള്ളവർക്ക്, പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ, പെരുമ്പാവൂര് പോലുള്ള മലയോര മേഖലയിലേക്കുള്ള യാത്രയും രാത്രി യാത്രകളും ഒക്കെ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ അവിടെയുള്ളവർക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ പോലുള്ളൊരു സാധ്യത കണക്കിലെടുത്ത് എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉടനെ തന്നെ അവിടെ നിന്ന് മാറി താമസിക്കാനുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉൾക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. വേണമെങ്കിൽ ഈ തൽക്കാലത്തേക്ക് ഈ മത്സ്യബന്ധനത്തിന് പോകേണ്ടതില്ല, അല്ലെങ്കിൽ ഒരു ജാഗ്രത പാലിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ് കൊച്ചി നഗരത്തിൽ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ ഇടതൂർന്ന മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകും. പക്ഷെ അത് ഇത്തവണ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊക്കെ അത് വലിയ മാറ്റമുണ്ടായി. കൃത്യമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങളും ഓട വൃത്തിയാക്കലുമൊക്കെ ഉള്ളതിനാൽ മഴക്കെട്ട് ഒരു പരിധിവരെ കൊച്ചി നഗരത്തിൽ മഴക്കെട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ, പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശത്തുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത്. അതൊന്ന് തൃപ്പൂണിത്തുറ ഭാഗത്താണ്. അവിടെ അധികൃതർ നഗരസഭ ഇടപെട്ട് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് കൊച്ചിയിലുള്ള സാഹചര്യം. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ മഴ ശക്തമായി തന്നെ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. രാത്രി മലയോര മേഖലകളിലേക്ക് യാത്ര പരമാവധി ഒഴിവാക്കുക എന്നുള്ളതുമാണ് നിർദ്ദേശങ്ങളിൽ ഒന്ന്. രാവിലെയാണ് ഇപ്പോൾ എല്ലാവരും കുട ചൂടിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പലരും ഓഫീസിലേക്കൊക്കെ പോകുന്നതാണ്. നടന്നു പോകുന്നവർക്കൊക്കെ ഈ വെള്ളക്കെട്ടും ഒക്കെ മറികടന്നൊക്കെയാണ് പോകുന്നത്. എന്തായാലും നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശക്തമായ മഴ തന്നെയായിരിക്കും തുടർന്ന് അങ്ങോട്ടും വരും ദിവസങ്ങളിലും ഉണ്ടാവുക. ജാഗ്രത പാലിക്കുക.